ചന്ദ്രൻ സാറേ, ചന്ദ്രൻ സാറേ, ചത്തു. ഇവനെ ഞാൻ കുത്തിക്കൊന്നു. പറ, എന്താ തനിക്ക് പറയാനുള്ളത്? എന്റെ ഭാരതിയെ കൊന്നത് നീയാണെന്നറിഞ്ഞ ആ നിമിഷം തീരുമാനിക്കപ്പെട്ടു നിന്റെ വിധി. നീയും കലാവതിയും ചേർന്നൊരുക്കിയ ചതികൾക്ക് നിങ്ങൾ കരുവാക്കിയത് എന്റെ ഭാരതിയെയാ. ഇനി ഈ ലോകത്ത് നീ വേണ്ട. അയ്യോ വേണ്ട, ഇനിയും ഒരു അടി വെക്കരുത്. നീ പറ്റിപ്പോയി. ഒരു തവണത്തേക്ക് മാപ്പാക്കണം. ഇനി ഒരു കുഴപ്പമുണ്ടാക്കില്ല. മാപ്പോ? നിനക്കോ? നീയും കലാവതിയും ചേർന്നല്ലേ കെണി ഒരുക്കിയത്? നീ തീർന്നാൽ കലാവതി എന്നേക്കുമായി തകരും, നീറി നീറി മരിക്കും. ഇത് ഈ അനന്തകൃഷ്ണൻ നടപ്പാക്കാൻ പോകുന്ന ന്യായവിധിയാ. എന്റെ അമൃതമോൾക്ക് ഇനിയെങ്കിലും സമാധാനമായി ജീവിക്കണം. എന്റെ അഭിക്കൊരു കുടുംബമുണ്ടാവണം. എന്റെ കുഞ്ഞുങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാൻ നീയാണ് തടസ്സമെങ്കിൽ നിന്നെ ഇല്ലാതാക്കിയിട്ട് അവരുടെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കും. പ്ലീസ്, കാല് പിടിക്കാം. എന്നെ കൊല്ലരുത്. പ്ലീസ്, എന്നെ കൊല്ലരുത്. ഇതിനു മുമ്പ് കൊന്നിട്ടുണ്ട് അനന്തകൃഷ്ണൻ. പക്ഷെ ഇത് അതുപോലെയല്ല. ഇതെന്റെ കുട്ടികൾക്ക് വേണ്ടി, എന്റെ ഭാരതിക്ക് വേണ്ടി, എന്റെ ചന്ദ്രൻ സാറിന് വേണ്ടി. പണ്ടത്തെ കുറ്റബോധം എനിക്കിപ്പോ ഇല്ല. ഇവിടെ എനിക്ക് പിഴക്കില്ല. ഞാനത് ചെയ്യും. അയ്യോ വേണ്ട, നീ വേണ്ട മഹേന്ദ്ര. കൃഷ്ണേട്ടാ, ഇതെങ്ങനെ? ഒരുപാട് തെറ്റുകൾ ചെയ്ത ഞാൻ ഇതാ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ്. എന്റെ മക്കൾക്ക് സുഖമായി ജീവിക്കാൻ മറ്റൊന്നും ചെയ്യാൻ ഈ അച്ഛനില്ല. കൃഷ്ണേട്ടാ, ഇനി ആ വിളി വേണ്ട പോലെ. ആരും കാണാതെ കേൾക്കാതെ നീ എന്നെ അച്ഛാതെ വിളിച്ചിരുന്നു. അത് മതി എനിക്ക്. നിനക്കിനി
ഇവന്റെ നിഴലില്ല എന്നുള്ള ആശ്വാസത്തോടെ അഭിയുടെ ഒപ്പം സന്തോഷമായിട്ട് ജീവിക്കാം. മോനെ അഭി, ചെയ്ത തെറ്റുകൾ പലവട്ടം ഏറ്റുപറഞ്ഞതാ ഞാൻ. ഇനിയെങ്കിലും ഈ അച്ഛനോട് നീ ക്ഷമിക്കണം. നീ അച്ഛാന്ന് വിളിക്കുന്നത് കേൾക്കാൻ എനിക്ക് കൊതിയുണ്ട്. ഒരു പ്രാവശ്യം, ഒരൊറ്റ പ്രാവശ്യം ഒന്ന് വിളിക്കാമോ അച്ഛാന്ന്?